വ്യോമ മേധാവിത്വത്തിന് ശക്തമായ ഒരു ഉത്തേജനം നൽകിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന റഷ്യയിൽ നിന്ന് 150 R-37M ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ വാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സമീപ മാസങ്ങളിലെ നിർണായക ചർച്ചകൾക്ക് ശേഷമാണിപ്പോൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്റഗ്രേഷൻ സപ്പോർട്ട് പാക്കേജുകൾ ഉൾപ്പെടെ ഏകദേശം $400 മില്യൺ വിലമതിക്കുന്ന ഈ കരാറിനെ ഡിസംബറിൽ ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഔദ്യോഗിക പ്രഖ്യാപനം ലഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഇത് ഏറ്റെടുക്കുന്നത് മൂലം ഇന്ത്യയുടെ സുഖോ 30 MK സ്ക്വാഡ്രണുകളെ 300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് കൊണ്ട് സജ്ജരാക്കും. ചൈനയുടെ PL-15 ഭീഷണികളെ ചെറുക്കുകയും രണ്ട് മുന്നണി സാഹചര്യങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ ആവരണം വ്യാപിപ്പിക്കുകയും ചെയ്യും. റഷ്യയുടെ പ്രീമിയർ ലോങ് റേഞ്ച് ഇന്റർസെപ്റ്ററായ R-37M എയ്റോ ഇന്ത്യ 2025 ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉപരോധ സമ്മർദ്ദങ്ങൾക്കിടയിൽ സൈനിക ഹാർഡ്വെയറിന് മുൻഗണന നൽകുന്ന ഒരു ഉഭയകക്ഷി ഉച്ചകോടി അജണ്ടകളുമായി യോജിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശീതയുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന R-37ന്റെ ഒരു പരിണാമമാണ് R-37M. MiG-31 ഇന്റർസെപ്റ്ററുകൾക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ഇന്ത്യക്ക് വേണ്ടി സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ വരുത്തി സുഖോ 30 MKIകൾക്ക് അനുയോജ്യമാക്കും. സജീവ റഡാർ ഹോമിങ്ങും ഇനേർഷ്യൽ മിഡ് കോഴ്സ് ഗൈഡൻസും ഉപയോഗിച്ച് മാക് 6 വേഗതയിൽ ക്ലോക്ക് ചെയ്യുന്ന ഇതിന് 200 മുതൽ 400 കിലോമീറ്റർ വേഗതയിൽ അവാക്സ് അല്ലെങ്കിൽ ടാങ്കറുകൾ പോലുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നേരിടാൻ സാധിക്കും. ഇത് IAFന്റെ R-77, അതായത് ഈ R-77ന്റെ വേഗത എന്ന് പറയുന്നത് 110 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ തദ്ദേശീയമായ ആസ്ട്ര മാർക്ക് 2, ഇതിന്റെ വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്റർ ആണ്. എന്നിവയെ ഇത് മറികടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പാഠങ്ങളിൽ നിന്നാണ് ഈ അടിയന്തരാവസ്ഥ ഉടലെടുത്തത്. 2025 മെയ് മാസത്തിലെ ഏറ്റുമുട്ടലുകളിൽ PLAAF ചൈനയുടെ PL-15 മിസൈലുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അതേസമയം 200 കിലോമീറ്ററിനപ്പുറമുള്ള യുദ്ധങ്ങളിൽ ഉപയോഗിക്കാനുള്ള മിസൈലിന്റെ വിടവുകളും തുറന്നുകാട്ടി. ഒക്ടോബർ 2 സ്ഥിരീകരിച്ച പുടിന്റെ ഡിസംബർ യാത്രാ പരിപാടിയിൽ ഊർജം, S-400 സുസ്ഥിരത, ബ്രഹ്മോസ് കയറ്റുമതി എന്നിവയിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ 150 R-37M മിസൈലുകൾ ഇന്ത്യ ഏറ്റെടുക്കുന്നത് 10 സുഖോ 30 സ്ക്വാഡ്രണുകളെ സജ്ജമാക്കും. ഇത് ലഡാക്കിലോ അറേബ്യൻ കടലിലോ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് കിൽ പ്രാപ്തമാക്കും. 300 കിലോമീറ്റർ അകലെയുള്ള അവാക് ശൃംഖലകളെ ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ വൈദഗ്ധ്യ പ്രകടനം ഇപ്പോൾ ആഗോള ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യൻ വ്യോമസേനയുടെ വൈദഗ്ധ്യ പ്രകടനം ആഗോള ശ്രദ്ധയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 20-ലധികം രാജ്യങ്ങളാണ് സംയുക്ത വ്യോമയുദ്ധ അഭ്യാസങ്ങളിൽ പങ്കെടുക്കാൻ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമീപകാല പ്രതിരോധ വിശകലനത്തിൽ വിശദീകരിച്ചിരിക്കുന്ന ക്ഷണങ്ങളുടെ ഈ കുതിച്ചു ചാട്ടം 2025 മെയ് മാസത്തെ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ഇന്ത്യയുടെ കൃത്യതയുള്ള ആക്രമണങ്ങൾ ശത്രു സംവിധാനങ്ങളിലെ ദുർബലതകളെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. സംയോജിത വ്യോമശക്തിയുടെ ഒരു മാനദണ്ഡമായി IAF ഇപ്പോൾ അംഗീകാരങ്ങൾ നേടിയെടുക്കുകയാണ്. അതെ, സ്പെയിനിന്റെ ബഹുരാഷ്ട്ര ഓഷ്യൻ സ്കൈ 2025 അഭ്യാസത്തിൽ നിലവിൽ സുഖോ 30 MK യുദ്ധവിമാനങ്ങളെ വിന്യസിക്കുന്ന സേന വിദേശത്തെ അതിന്റെ കഴിവ് പ്രകടിപ്പിക്കുമ്പോൾ ഈ നീക്കങ്ങൾ നയതന്ത്രപരമായ ഒരു നേട്ടത്തെയാണ് കാണിക്കുന്നത്. ഇന്തോ പസഫിക് അസ്ഥിരതകൾക്കിടയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ ഇതിപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ക്വാഡ് ആസിയാൻ പ്രതിരോധ ഏജൻസികൾക്കിടയിൽ ഇന്ത്യയെ പറ്റി പ്രചരിക്കുന്ന ഒരു രഹസ്യ റിപ്പോർട്ട്, അതായത് ഇന്ത്യയുടെ റാഫേലുകളും സുഖോ 30 MKIകളും പാകിസ്ഥാൻ ആസ്തികളെ കുറഞ്ഞ നഷ്ടങ്ങളോടാണ് നിർവീര്യമാക്കിയത്. EW ആധിപത്യവും BVR മാരകതയുമാണ് പ്രകടമാക്കിയത്. ഇന്ത്യയുടെ വ്യോമാക്രമണം വെറും തന്ത്രപരമായിരുന്നില്ല, അതൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഒരു യൂറോപ്യൻ വിശകലന വിദഗ്ധനാണ് ഈ കാര്യം പറഞ്ഞത്. യൂറോപ്പ്, തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്ഷണങ്ങൾക്ക് ഇപ്പോൾ ഇത് കാരണമായിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് വിംഗ് ആക്സസ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് ജൂൺ മുതൽ 22 രാജ്യങ്ങളാണ് ദ്വിരാഷ്ട്രീയ അല്ലെങ്കിൽ ബഹിരാഷ്ട്ര വ്യോമാഭ്യാസങ്ങൾ ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. സിന്ധുവിന്റെ സാച്ചുറേഷൻ സ്ട്രൈക്കുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾപ്പെടുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് തന്ത്രങ്ങൾ, EW പ്രതിരോധ ശേഷി, ഡ്രോൺ സംയോജനം എന്നിവയ്ക്കാണ് മുൻഗണന ഉള്ളത്. ഒരു ആസിയാൻ പ്രതിനിധി ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നത് PRC പ്രോക്സികൾക്ക് മേൽ IAFന്റെ മുൻതൂക്കം സിന്ദൂർ തെളിയിച്ചു എന്നാണ്. ഞങ്ങൾക്ക് ആ പ്ലേ ബുക്ക് വേണം, ഇത് വെറും മര്യാദയല്ല, തന്ത്രപരമായ സംരക്ഷണമാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പെയിനിലെ കാനറി ദ്വീപുകളിലെ ഗാഡോ എയർബേസിൽ ഓഷ്യൻ സ്കൈ 2025 എന്ന എക്സസൈസ് ചെയ്യുന്ന
ചെയ്യുന്നതിനായി 2 സുഖോയ് 30 യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചുകൊണ്ട് IAF ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചും കഴിഞ്ഞു. ഒക്ടോബർ 20 മുതൽ 31 തീയതികളിൽ സ്പാനിഷ് വ്യോമസേന ആതിഥേയത്വം വഹിക്കുന്ന ബഹിരാഷ്ട്ര അഭ്യാസത്തിൽ അമേരിക്ക, UK, ഇറ്റലി തുടങ്ങിയ നാറ്റോ സഖ്യകക്ഷികൾ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള 50-ലധികം വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. ത്രസ്റ്റ് വെക്ടറിംഗ് ചടുലതയും ബ്രഹ്മോസ് അനുയോജ്യതയുമുള്ള IAF-ന്റെ ഫ്ലാങ്കറുകൾ സങ്കീർണമായ സാഹചര്യങ്ങളെ അനുകരിക്കുന്നു. വലിയ തോതിലുള്ള ഇന്റർസെപ്റ്റുകൾ, ഇന്ധന നിറയ്ക്കൽ പ്രവർത്തനങ്ങൾ, മത്സരിക്കുന്ന വ്യോമാതിർത്തി തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സുഖോയ് 30 MK വിമാനങ്ങൾ റൺവേകളിൽ നിന്ന് ഇടിമുഴക്കത്തോടെ പറന്നുയരുന്നതിന്റെ വീഡിയോകൾ വൈറലായിട്ടുണ്ട്. യൂറോഫൈറ്റർ ടൈഫൂണുകൾക്കും F-35 വിമാനങ്ങൾക്കും ഒപ്പമാണ് IAF-ന്റെ പൈലറ്റുമാർ 20 തവണയിൽ കൂടുതലാണ് സുഖോയ് 30 MK പറത്തിയത്. വിമർശകർ പലപ്പോഴും IAF-ന്റെ സ്ക്വാഡ്രൺ ക്ഷാമവും സമ്പന്ന കാലതാമസവും എല്ലാം ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ആവശ്യത്തിനായി മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങളെ പിന്തുടരുന്നതിന് പകരം സെൻസറുകൾ, ഷൂട്ടറുകൾ, കമാൻഡ് നോഡുകൾ എന്നിവയെ തടസ്സമില്ലാതെ ബുദ്ധിപരവുമായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് സംയോജിപ്പിക്കുന്ന നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ തത്വങ്ങളെയാണ് IAF ആക്രമണാത്മകമായി തന്നെ പിന്തുടരുന്നത്. ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, എയർഫോഴ്സ് നെറ്റ്വർക്ക്, സമീപകാല പ്രവർത്തന വിജയങ്ങൾ എന്നിവ പോലുള്ള സംവിധാനങ്ങൾ തെളിയിക്കുന്ന ഈ മാറ്റം ഇന്ത്യയുടെ വ്യോമ രക്ഷാധികാരികൾ വ്യോമ മേധാവിത്വത്തിനായുള്ള ശക്തി ഗുണിതമായി കണക്ടിവിറ്റിക്ക് മുൻഗണനയാണ് നൽകുന്നത്. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണം ഇതിനൊരു ഉത്തമമായ ഉദാഹരണം തന്നെയായിരുന്നു. IAF-ന്റെ ഒരു സംയോജന വിടവുകളാണ് അവിടെ തുറന്നു കാട്ടിയത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഡേറ്റ ഫ്യൂഷൻ, സുരക്ഷിത ലിങ്കുകൾ, സംയുക്ത ആർക്കിടെക്ചറുകൾ എന്നിവയ്ക്കായി 2020 മുതൽ 15,000 കോടിയിലധികം രൂപയാണ് ഇന്ത്യ ഇപ്പോൾ ചിലവാക്കിയിരിക്കുന്നത്. 2025 ആകുമ്പോഴേക്കും ഈ ശ്രമങ്ങൾ റഡാറുകൾ, അവാക്സ്, UAV-കൾ, പോരാളികൾ എന്നിവയെ തത്സമയം ബന്ധിപ്പിക്കുന്ന ഒരു പ്രതിരോധ ശേഷിയുള്ള വെബാണ് ഇന്ത്യ ഇപ്പോൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചൈന, അതേപോലെ തന്നെ പാകിസ്ഥാന്റെ എതിരാളികളെ മറികടക്കുന്ന കിൽ ചെയിനുകളാണ് ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ പരിണാമത്തിന്റെ കാതൽ 2010 മുതൽ പ്രവർത്തിക്കുന്നതും എന്നാൽ 2023 പൂർണ്ണമായും പക്വത പ്രാപിച്ചതുമായ DRDO വികസിപ്പിച്ചെടുത്ത നാഡീ കേന്ദ്രമായ IACCS ആണ്. ഈ ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, മൾട്ടി സെൻസർ ഡേറ്റ ഗ്രൗണ്ട് റഡാറുകൾ, എയർബോൺ നേരത്തെയുള്ള മുന്നറിയിപ്പ് പ്ലാറ്റ്ഫോമുകൾ, സാറ്റലൈറ്റ് ഫീഡുകൾ എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. ഇത് രാജ്യവ്യാപകമായി 40-ലധികം നോഡുകളിൽ പ്രചരിക്കുന്ന ഒരു ഏകീകൃത എയർ പിക്ചറിലേക്ക് സംയോജിപ്പിക്കുന്നു. സൈലോഡ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യത്യസ്തമായി IACCS-ൽ സിംഗിൾ പാനൽ ഓഫ് ഗ്ലാസ് ആണ് തീരുമാനമെടുക്കുന്നത്. അതായത് ഇവിടെ ഒരു സുഖോയ് 30 MK പൈലറ്റിന് വിദൂര ഫാൽക്കൺ അവാക്സിൽ നിന്ന് തൽക്ഷണ സൂചനകൾ ലഭിക്കും. ശബ്ദ സംഭാഷണങ്ങളില്ലാതെ ബ്രഹ്മോസ് സ്ട്രൈക്കുകൾ ഇത് ക്യൂ ചെയ്യുകയും ചെയ്യും. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു സിമുലേറ്റഡ് ക്രോസ് ബോർഡർ ഇൻകോറേഷൻ IACCS 200-ലധികം അസറ്റുകളുടെ തത്സമയ ഏകോപനമാണ് സംഘടിപ്പിച്ചത്. 10 മിനിറ്റിനുള്ളിൽ 95% വ്യാജ ഭീഷണികളെയും ഇത് നിർവീര്യമാക്കി. അതേപോലെ തന്നെ 2025 സുഖോയ് 30 MK ഐകളിലേക്കും തേജസിലേക്കും സംയോജിപ്പിച്ചിരിക്കുന്ന റാഫേലിന്റെ നെറ്റ്വർക്ക് ഡേറ്റ ലിങ്കിലേക്കാണ് പ്രവേശിച്ചത്. ഇത് എയർബോൺ നോഡുകൾക്കിടയിൽ അതിവേഗവും സുരക്ഷിതവുമായ കൈമാറ്റങ്ങൾ സാധ്യമാക്കും. സതേൺ കമാൻഡിന്റെ 2025 സെപ്റ്റംബറിലെ അഭ്യാസത്തിൽ ഈ ഫ്യൂഷൻ ആർമി, നേവി, IAF ആസ്തികളിലുടനീളം സെൻസർ ഡേറ്റ ഏകീകരിച്ചു. പാകിസ്ഥാൻ കടന്നുകയറ്റങ്ങളുടെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത നിഷേധത്തെ ഇത് അനുകരിക്കുന്നു എന്ന് വേണം പറയാൻ. 2024 മുതൽ പ്രവർത്തിക്കുന്ന ജോയിന്റ് എയർ ഡിഫൻസ് സെന്റർ 360 ഡിഗ്രി ജാഗ്രതയ്ക്കായി ലൈവ് റഡാർ ഫീഡുകൾ ഡ്രോൺ കൂട്ടങ്ങളുമായി സംയോജിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ നോഡായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കേന്ദ്രീകൃതമാണ് IAF പിന്തുടരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ IACCS-ന്റെ തെളിയിക്കപ്പെട്ട കഴിവ് മുതൽ നെറ്റ്കോറിന്റെ ഡേറ്റ ലിങ്ക് വിപ്ലവം വരെ ഇന്ത്യയുടെ ആകാശം ഇനി ഒറ്റപ്പെട്ട ചെന്നായ്ക്കളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഒന്നായി വേട്ടയാടുന്ന ഒരു കൂട്ടമാണ് എന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ പോലെയുള്ള പ്രാദേശിക എതിരാളികൾ സ്വന്തം NCW-യുടെ വശങ്ങൾ അവകാശപ്പെടുമ്പോൾ IAF-ന്റെ നിക്ഷേപങ്ങൾ 40% വേഗത്തിലുള്ള തീരുമാന ചക്രങ്ങൾ യഥാർത്ഥ മേധാവിത്വം നോഡിലല്ല നെറ്റിലാണെന്നാണ് സ്ഥിരീകരിക്കുന്നത്. അടുത്ത 2026 ആകുമ്പോഴേക്കും തിയേറ്റർ കമാൻഡുകൾ പുറത്തിറങ്ങുന്നതോടെ സേന പ്രതിരോധിക്കാൻ മാത്രമല്ല ബുദ്ധിപരമായ സംയോജനത്തിലൂടെ ആധിപത്യം സ്ഥാപിക്കാനും സജ്ജമാണ് എന്ന് IAF തെളിയിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.